ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഋഷഭ ഒഫീഷ്യൽ ട്രെയിലർ. ലാലേട്ടൻ നായകനായെത്തുന്ന ചിത്രമാണ് ഋഷഭ അല്ലെ. ഒരു പാൻ ഇന്ത്യ മൂവി ആയിട്ടാണ് ഈ ചിത്രം ഇറങ്ങുന്നത്. അതിൽ പ്രധാനമായിട്ടും മലയാളവും തെലുങ്കുമാണ് രണ്ട് ഇത്. പിന്നെ ബാക്കി ഹിന്ദിയിലും തമിഴുണ്ടാ തമിഴില്ലെന്ന് തോന്നുന്നല്ലേ, കന്നഡ, അതായത് ഡബ്ഡ് വെർഷനാണ് ഇറങ്ങുന്നത്. അപ്പൊ അതിന്റെ ട്രെയിലറാണ് ഇപ്പം പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷെ ടീസർ സൂപ്പർ ടീസറായിരുന്നു അല്ലെ. ഇന്നലെ തന്നെ ലാലേട്ടന്റെ ഒരു അപ്ഡേറ്റ്, മറ്റേ ദിലീപ് ചിത്രമായ പപ്പുബാല ലിറിക്കൽ സോങ്, എന്തായാലും അത് പൊളി സോങ് ആയിരുന്നു. പക്ഷെ ലിറിക്സ് അത്ര പോരല്ലോ, പക്ഷെ ഡാൻസ്, അതിന്റെ അഴിഞ്ഞാട്ടം, ആ സംഭവം എല്ലാം കൊള്ളായിരുന്നു. അത് സ്റ്റെപ്സ് ആയിരുന്നു അതിനും. അപ്പൊ ഇന്ന് ഇറക്കിയിരിക്കുന്ന ലാലേട്ടന്റെ തന്നെ ചിത്രമായ ക്രിസ്മസ് റിലീസ് അല്ലെ, ഡിസംബർ 25-നാണ് ചിത്രം വേൾഡ് വൈഡ് ഇറങ്ങുന്നത്. അതിന്റെ ട്രെയിലർ മലയാളം. അതുപോലെ ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നന്ദകിഷോറും ഇതിന്റെ മ്യൂസിക് യെസ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോ വരാം. അതിനുമുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്ന വീഡിയോയിലോട്ട് പോകാം. ഋഷഭ രാജാവാണ്. രണ്ട് ഗെറ്റപ്പിലാണ് വരുന്നത്. രണ്ട് കാലഘട്ടമാണോ എന്തോ. ഫൈറ്റും മോഹൻലാൽ ഋഷഭ. ഡിസംബർ 25. അപ്പം ഇത് സംഭവം അല്ലേ, ഒരു 30% പ്രതീക്ഷയുള്ള. പക്ഷെ ടീസർ അല്ല ട്രെയിലർ കണ്ടനൊക്കെ ഏകദേശം കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ വയ്ക്കാം എന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു ട്രെയിലറാണ് സംഭവം. അതുപോലെ ഇത് ഒരു എപ്പിക് അല്ലേ, ആക്ഷൻ ഡ്രാമ മൂവിയാണ്. മെയിനായിട്ട് അച്ഛനും മകനും തമ്മിലുള്ള ഒരു ബോണ്ട് അല്ലേ, ആ കഥ പറയുന്നത്. പിന്നെ വേറൊരു കാലഘട്ടം കാണിക്കുന്നുണ്ട് സംഭവം. പിന്നെ അതില് ആ ഒരു കാലഘട്ടത്തിലുള്ള അല്ലെ ഗ്രാഫിക്സ് അല്ലെങ്കിൽ VFX കാര്യങ്ങളും എല്ലാം സൂപ്പറായിട്ട്, അതാണ് ആദ്യം ടീസറിൽ തന്നെ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഫൈറ്റ് കാര്യങ്ങൾ, ഒരു രാജാവായിട്ടാണ് തോന്നുന്നത് അല്ലേ, രണ്ട് ഗെറ്റപ്പ്. ട്രെയിലറിൽ രണ്ട് ഗെറ്റപ്പില് അല്ലെ ലാലേട്ടനെ കാണിക്കുന്നുണ്ട്. രണ്ട് കാലഘട്ടം, ഒരു രാജാവായിട്ടുള്ള ആ ഒരു സംഭവം, പിന്നെ ഒരു അച്ഛനും മകനും അല്ലേ, പുതിയൊരു കാലഘട്ടം, മോഡേൺ ആയിട്ടുള്ള ഒരു കാലഘട്ടം കൂടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് ഇതിന്റെ കഥ പറയുന്ന ഒരു ചിത്രം ആയിരിക്കും. മെയിനായിട്ടല്ലേ അച്ഛനും മകന്റെ ആ ബോണ്ട്, അതായിരിക്കും കൂടുതലും. പിന്നെ ആക്ഷൻ സീൻസ് അല്ലെ, കുറെ സംഭവങ്ങൾ കാണിക്കുന്നുണ്ട് മ്യൂസിക്കിലും. പിന്നെ ഒരു എന്താ പറയുക, ഒരു പ്രതീക്ഷ വയ്ക്കാൻ അല്ലെ, ചെറിയൊരു പ്രതീക്ഷയുണ്ട് ട്രെയിലർ കണ്ടനൊക്കെ. ലാലേട്ടൻ ഇത്രയല്ലേ, ഇത്രയൊരു ഹീറോ ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ ഒരു അന്യഭാഷ ചിത്രത്തിൽ കുറെ നാളുകൾക്ക് ശേഷം അല്ലെ മെയിൻ റോളിൽ വരുന്നൊരു മൂവിയും കൂടെയാണ് ഋഷഭ.
അല്ലേ ഇതിന് മുന്നേ റിലീസ് ചെയ്യേണ്ട ഒരു മൂവിയാണ്, പിന്നെ റിലീസ് ഡേറ്റ് മാറ്റി ഇപ്പൊ എന്താ 25 ഡിസംബറിലാണ് ക്രിസ്മസിന്റെ അന്നാണ് ചിത്രം ഇറങ്ങുന്നത്. അതിന് മുന്നേ ദിലീപിന്റെ മറ്റേ ലാലേട്ടന്റെ കോംബോ 18 അത് കൊല തൂക്കാണെന്ന് മറ്റേ ഇതില് ബുക്ക് മൈ ഷോയില് BMS 1 അവറില് അല്ലെ 17K+ ടിക്കറ്റാണ് വിറ്റ് പോയിരിക്കുന്നത്. ഇത്രയും ഡീഗ്രേഡിങ് അല്ലെങ്കിൽ നെഗറ്റീവ് ആ ഒരു സംഭവം വന്നിട്ട് തന്നെ, അതായത് ദിലീപേട്ടന്റെ കാര്യത്തില്. അപ്പം കുറെ പേര് നെഗറ്റീവ് അടിക്കുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അതിന്റെ അപ്പുറം പോസിറ്റീവ്. പിന്നെ മെയിനായിട്ടൊരു കാരണം എന്ന് പറയുന്നത് എൽ ബ്രാൻഡാണ്. ആ സംഭവം ഉള്ളതുകൊണ്ട് തന്നെ അല്ലേ എനിക്ക് തോന്നുന്നു മമ്മൂക്കയ്ക്ക് പോലും വലിയ ഹൈപ്പ് പടത്തിന് ഇത്രയും പ്രീസെയില് ടിക്കറ്റ് പോയിട്ടില്ല. ഇത് അമ്മാതിരി തൂക്കാണെന്ന് തൂക്കിയത്. BMS ഇന്ന് കത്തനെയാണ് രാവിലെ ബുക്കിംഗ് ഓപ്പൺ ചെയ്തപ്പം കാണാൻ സാധിച്ചത്. അപ്പം അല്ലേ 25-ാം തീയതി. പക്ഷെ അതിന് മുന്നേ നമുക്ക് ബബ്ബ കാണാം. അപ്പം ട്രെയിലർ ഓക്കെ, കുഴപ്പമില്ലാത്തൊരു നല്ലൊരു ട്രെയിലർ വേറെ ഇതൊന്നുമില്ല കണ്ടനൊക്കെ അല്ലേ, അത്യാവശ്യം ഓക്കെ. ട്രെയിലർ സൂപ്പറൊന്നും പറയാൻ ഓക്കെ, ഒരു പ്രതീക്ഷ ഉണ്ട് ഇത് കണ്ടനൊക്കെ. ഇനി കഥ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഏതായാലും കാണുമ്പം തന്നെ നമുക്കല്ലേ കണ്ട് തന്നെ അറിയാം.